ഹലോ ഓൾ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ഒരു വിഷ്വൽ സ്റ്റുഡിയോ കോഡ് അതേപോലെ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുക, അതേപോലെ പൈത്തണും വിഷ്വൽ സ്റ്റുഡിയോ കോഡും തമ്മിൽ എങ്ങനെയാണ് എക്സ്റ്റൻഷൻ വെച്ചിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഒരു പൈത്തൺ പ്രൊജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാം എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വർക്കൗട്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യണം, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് നമുക്ക് ഫസ്റ്റ് എടുക്കണം, എന്നിട്ട് അതിൽ വേണം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇവിടെ ഉണ്ട്, അത് നമുക്കൊന്ന് റൺ ചെയ്യാം. അത് റൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പൈത്തൺ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ടൊരു പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പൈത്തൺ പ്രൊജക്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു ഫോൾഡർ, ഇപ്പോൾ ഞാൻ എൻ്റെ പി സി ഇതാണ് കണ്ടോ, ദിസ് പി സി സി ഉണ്ട്, സി ഡ്രൈവിൽ സൈറ വർക്ക്സ് ഉണ്ട്. വർക്ക്സിൽ ഞാൻ ഒരു ഫോൾഡർ ഉണ്ടാക്കാണ്ട് ഒരു ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റ് ഒരു ഫോൾഡറിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, ഫോൾഡർ. അവിടെ ഞാൻ എന്ത് ചെയ്യാണ്, പൈത്തൺ വർക്ക്സ് തന്നെ ഒരു ഫോൾഡർ ഉണ്ടാക്കുകയാണ്, പൈത്തൺ വർക്ക്സ് കണ്ടോ, പൈത്തൺ വർക്ക്സ്. ഓക്കെ, അപ്പോൾ അത് അവിടെ ഉണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഒരു പ്രൊജക്റ്റ്, ഒരു ഫോൾഡർ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിടുക. ഇനി നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എടുക്കുക. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എടുത്തുകൊണ്ട് ഓപ്പൺ ഫോൾഡർ ഉണ്ടാവും കണ്ടോ, ഓപ്പൺ ഫോൾഡറിൽ നമ്മുടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫയൽ ഉണ്ടല്ലോ, ഏത് ഫോൾഡർ ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മളൊന്ന് പോയി നോക്കട്ടോ. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ ദിസ് പി സിയിൽ സിയിൽ സൈറ വർക്ക്സിൽ പൈത്തൺ വർക്ക്സ്, ഫ്ലട്ടർ വർക്ക്സ് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ പൈത്തൺ വർക്ക്സ് ഉണ്ട്. ഓക്കെ, അത് ഞാൻ സെലക്ട് ചെയ്തിട്ട് സെലക്ട് ഫോൾഡർ കൊടുക്കുകയാണ്. സെലക്ട് ഫോൾഡർ കൊടുക്കുന്നതോട് കൂടിയിട്ട് കണ്ടോ, ആ പൈത്തൺ വർക്ക്സ് എന്ന ഫോൾഡർ ഇവിടെ വന്നു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ ഒരു പ്രോഗ്രാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കണ്ടോ ന്യൂ ഫയൽ ഉണ്ട്, ന്യൂ ഫയൽ. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം, ഫസ്റ്റ് അണ്ടർസ്കോർ പ്രോഗ്രാം എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാക്കുകയാണ്. പേരിൽ ഒരു ഫയൽ ഉണ്ടാക്കുകയാണ്, ഡോട്ട് പൈ. പൈത്തൺ പ്രോഗ്രാം ഒക്കെ ഡോട്ട് പൈ എക്സ്റ്റൻഷനാണ്. ഓക്കെ, ചെയ്യുക, എൻ്റർ ചെയ്യുക. പിന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വേറെ ഒന്നും വേണ്ട, ഇവിടെ നമുക്ക് ഹലോ പൈത്തൺ കൊടുത്തോ കേട്ടോ, ഹലോ പൈത്തൺ. ഓക്കെ, ഇതാ സേവ് ചെയ്തു. ഇനി ഇത് റൺ ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, റൺ ഇൻ ഇൻട്രാക്റ്റീവ് വിൻഡോ ഉണ്ടതല്ല, റൺ പൈത്തൺ ഫയൽ ഇൻ ടെർമിനൽ. ഓക്കെ, നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടോ, ഇവിടെ ടെർമിനൽ വന്നിട്ടുണ്ട്, ഇതുണ്ടോ ഹലോ പൈത്തൺ. വളരെ സിമ്പിൾ അല്ലേ. കാരണം ഇങ്ങനെ നമുക്കൊരു ജസ്റ്റ് ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യാൻ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഓരോ ടോപ്പിക്കുകളിലേക്കും നമുക്ക് വരും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ. മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഒരു ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അതിനൊരു നെയിം കൊടുക്കുക, പിന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യുക, പിന്നെ ആ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നിന്ന് ഫയലിൽ പോയിട്ട് ഓപ്പൺ ഫോൾഡർ യൂസ് ചെയ്തുകൊണ്ട് ആ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇവിടെ ന്യൂ ഫയൽ വെച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് പൈ എക്സ്റ്റൻഷനിൽ നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുക. ജസ്റ്റ് കോഡ് കൊടുക്കുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റണ്ണ് പൈത്തൺ, പിന്നെ റൺ പൈത്തൺ ഇൻ ഫയൽ ടെർമിനൽ. ഓക്കെ, ഇൻ ടെർമിനൽ. ഓക്കെ, ടെർമിനൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ, ഔട്ട്പുട്ട് നമുക്ക് ടെർമിനൽ കാണിക്കും. ടെർമിനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോംപ്റ്റ്. ഓക്കെ, അതിൽ കാണിക്കും. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഒരു സിമ്പിളായിട്ട് ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, റൺ ചെയ്യേണ്ടത് സംഭവം. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടി ഈ എന്താ പറയുക, അഡ്വാൻസ്ഡ് എന്നല്ല, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡാറ്റ ടൈപ്പ്, വേരിയബിൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്